നമസ്കാരം. പച്ചവെള്ളത്തിന് തീ പിടിക്കുമെന്ന് പൊതുവെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇപ്പം ചോദിക്കേണ്ട ചോദ്യം ഐസ് കട്ടയ്ക്ക് തീ പിടിക്കുമെന്നുള്ളതാണ്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പം നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഒരു സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അമൃത എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യാനായിട്ട് മന്ത്രിയും പരിവാരങ്ങളും വന്ന സമയത്ത് ഒരു 2-3 KSU പ്രവർത്തകർ കരിങ്കൊടിയായിട്ട് അങ്ങോട്ട് പാഞ്ഞടുക്കുന്നു. ആ മന്ത്രിയുടെ 7 അയൽപ്പക്കത്ത് അടുക്കുന്നതിന് മുമ്പ് തന്നെ പോലീസുകാർ അവരെ വട്ടം കയറി പിടിച്ച് കരിങ്കൊടിയെല്ലാം പറിച്ചു കളഞ്ഞു. കാരണം മന്ത്രിക്ക് ചുറ്റും ഒരു 10-25-30 പോലീസുകാരുണ്ട്. KSUക്കാരാകെപ്പാടെ 2-3 പേര് മാത്രം. അപ്പം മന്ത്രിയുടെ 7 അയൽപ്പക്കത്തേക്ക് പോലും ഈ കരിങ്കൊടിയോ എത്തിയില്ല. അതിനു മുമ്പ് തന്നെ മന്ത്രി അവിടെ കടന്നുകൊണ്ട് ആക്രോശിച്ച് ഈ KSUക്കാരെ അങ്ങോട്ട് ആക്രമിക്കാനായിട്ട് പാഞ്ഞു ചെന്നപ്പോൾ പോലും കൂടെ മന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ പോലീസുകാർ, അതായത് പിണറായി പോലീസ് തന്നെ മന്ത്രിയെ വട്ടം കയറി പിടിക്കുന്നു, അല്ല തടസ്സം നിൽക്കുന്നു. ഒരു 10 മിനിറ്റ് പോലും കഴിഞ്ഞില്ല, അതേ വാർത്താ മാധ്യമങ്ങളിലെല്ലാം വരുന്നു. KSUക്കാർ മന്ത്രിയെ ആക്രമിച്ച് മന്ത്രിയുടെ കഴുത്തൊടിഞ്ഞ് മന്ത്രി ആശുപത്രിയിലേക്ക് നീക്കുന്നു. ഭയങ്കര പ്രശ്നങ്ങൾ, ബഹളങ്ങൾ. ബഹുമാന്യനായ നമ്മുടെ സ്പീക്കർ പോലും കൂടെ അവിടെ ഓടിയെത്തുന്നു. സ്പീക്കർ പ്രദേശത്ത് എവിടെ ഉണ്ടായിരുന്നു. സ്പീക്കർ ഓടിയെത്തിയിട്ട് സ്പീക്കർ അതിനെ അതിശക്തമായിട്ട് അപലപിക്കുന്നു. ആക്രമണം നടത്തി എന്നുള്ള രീതിയിൽ സ്പീക്കർ പ്രസ്താവന നടത്തുന്നു. അതൊക്കെ ഒരു സ്പീക്കറുടെ സ്ഥാനത്തിരുന്നുകൊണ്ട് ചെയ്യാവോ എന്നുള്ളതൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം അവർ ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നു. മുഖ്യമന്ത്രി ഓടിയെത്തുന്നു, ICUവിലാകുന്നു. അതായത് ആരോഗ്യ വകുപ്പ് തന്നെ ICUവിലായിരിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി ICUവിൽ അഡ്മിറ്റാകുന്നു. ഒരു കരിങ്കൊടിയുടെ ഭാഗം നിഴല് 7 അയൽപ്പക്കത്തേക്ക് പോലും വന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയനാണോ കളിച്ചിരിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഏതെങ്കിലും രീതിയിൽ ആരോഗ്യമന്ത്രിക്ക് അവിടെ ഒരു കടുക് മണിയോളം എന്തെങ്കിലും അവരുടെ ശരീരത്തെ ക്ഷത ഏറ്റിട്ടുണ്ടെങ്കിൽ അത് പിണറായി പോലീസിൽ നിന്ന് ഏറ്റിരിക്കുന്ന ഒരു ക്ഷതമാണ്. അങ്ങനെയാണെങ്കിൽ പിണറായി പറഞ്ഞു ചെയ്യിച്ചു എന്ന് അവിടെ കരുതേണ്ടിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഉള്ളൊരു കാര്യം. എന്താണെങ്കിലും ശരി, അവിടെ ദൃക്സാക്ഷിയായിരുന്ന ഒരു സ്ത്രീ ഇക്കാര്യത്തെപ്പറ്റി വളരെ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വെറുതെയാ. ഞാന് കണ്ണൂര് റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിൽ കയറി നിൽക്കുമ്പോഴാണ് ഇവര് വരുന്നത്. സ്റ്റേഷന്റെ മെയിൻ എൻട്രൻസിന് കുറച്ച് പേര് തടഞ്ഞു എന്നല്ലാണ്ട് വേറെ ഒന്നും നടന്നില്ല. കാരണം ഞാൻ നേരെ ഓപ്പോസിറ്റ് നിന്ന് കണ്ടോണ്ടിരിക്കുക. പോലീസാണെങ്കിൽ പറ്റും, പോലീസും ഉണ്ട്, ഒന്നും സംഭവിച്ചില്ല. അവരതിന്നിട്ട് നടന്ന് സ്റ്റെപ്പ് കയറി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വീൽ ചെയർ എടുക്കുക. അവർക്ക് കഴുത്തുവേന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീൽ ചെയർ വന്നില്ല, മറ്റൊരു വേറെ വണ്ടി വന്നു. ആദ്യം വീൽ ചെയർ പോലീസുകാർ എടുത്തോണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ വണ്ടി വന്ന് അതിൽ കയറ്റിക്കൊണ്ട് പോയി. അവിടെ വേറെ ഒന്നും നടന്നില്ല. പെട്ടെന്ന് വന്നപ്പം പെട്ടെന്ന് ജൈവിളി കേട്ടപ്പോൾ എല്ലാവരും പേടിച്ചു പോയി എന്നല്ലാണ്ട് വേറൊന്നും അവിടെ ഉണ്ടായില്ല. ചുമ്മാണ് കരിങ്കൊടി കാണിച്ചു, അവര് സിന്താവ വിളിച്ചു എന്നുള്ളത് സത്യമാണ്. രാജിവെക്കണം എന്നും പറഞ്ഞ് എല്ലാം കൂടെ 2-3 മിനിറ്റ് പോലും ഉണ്ടായില്ല. അതിനിടയ്ക്ക് മീഡിയക്കാരും കുന്തവും കൊടുച്ചക്കറും ഒരു 50 പോലീസും. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ നടന്ന് സ്റ്റെപ്പ് കയറി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് വന്ദേ ഭാരതിന് അവർക്ക് C4 ആയിരുന്നു. അവിടെ വന്ന്, അതായത് ഞാൻ C9 ആയിരുന്നു, അവര് C4 ആയിരുന്നു. അവിടെ വന്ന് ഇരിക്കുന്നൊക്കെ കണ്ടതാ, ഒരു കുഴപ്പമില്ലായിരുന്നു. എന്തൊരു അഭിനയ ദൈവമേ. വീണ ജോർജൊക്കെ ഒരു കാര്യം ഓർക്കണം. എത്ര അപഹാസ്യമാണ് ഇതൊക്കെ, എത്ര നാണം കെട്ട ഒരു പണിയാണിത്. പണ്ട് വീണ ജോർജ് ഒരു മോണോ ആക്ടിനകത്ത് അഭിനയിച്ചിട്ടാണ്. അതായത് ചെറുപ്പത്തിൽ സ്കൂൾ യുവജനോത്സവത്തിൽ മോണോ ആക്ടിൽ 1ാം ഗ്രേഡ് 1ാം സമ്മാനം നേടിയിട്ടുണ്ട്. അന്ന് വീണ കുര്യാക്കോസ് എന്നായിരുന്നു പേര്. അതിനുശേഷമാണ് വിവാഹശേഷം വീണ ജോർജ് ആയത്. വീണ ജോർജ് ആയി കഴിഞ്ഞപ്പം അന്നത്തെ ആ മോണോ ആക്ട് അഭിനയം ഇപ്പോൾ അതിനേക്കാളും 10 മടങ്ങായിട്ട് അഭിനയിക്കുന്നു. എന്താണെങ്കിലും ഐസ് കട്ടയ്ക്ക് തീ പിടിക്കുന്നതിനേക്കാളും വളരെ നികൃഷ്ടമായ പച്ച നുണ എങ്ങനെ ഈ പൊതുസമൂഹത്തിലേക്ക് പറയാൻ പറ്റുന്നു?